മമ്മൂക്കയുടെ മോസ്റ്റ് അവൈറ്റിംഗ് സിനിമയാണ് വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ സിനിമ. സിനിമയുടെ ട്രെയിലർ ഇന്ന് ഇറക്കി വിട് ഒരു ഫാൻസുകാർ കുറേ നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ടർബോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. എൻ്റെ മോനെ, ഇതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച വൈശാഖ് പടം. അതായത് നമ്മുടെ ലാലറ്റിൻ്റെ മോൺസ്റ്റർ സിനിമയില്ലേ, അതേപോലെ എന്തായാലും ആയില്ല. എൻ്റെ മോനെ, എന്നാ ഫ്രെയിം, എന്നാ ക്യാമറ വർക്ക്, ക്യാമറമാൻ അങ്ങ് അഴിഞ്ഞാടുവാന്ന് തോന്നുന്നു ചിലപ്പോൾ സിനിമയിൽ. പിന്നെ എടുത്ത് പറയേണ്ട സിനിമയിലെ ഫൈറ്റ്, നമുക്ക് ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ടർബോ സിനിമയിലെ ഫൈറ്റ്. പിന്നെ ട്രെയിലർ കാർ ചേസിങ് എല്ലാം കാണിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്ക നല്ല അടിപൊളി ഡ്രൈവറാണ്. പുള്ളിക്കാരൻ്റെ ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും ഡ്രൈവറിനെ പിന്നിലാക്കി പുള്ളിക്കാരൻ തന്നെയായിരിക്കും ചിലപ്പോൾ കാർ ഓടിക്കുന്നത്. കാരണം ട്രെയിലറിനകത്ത് അത്രയ്ക്കും പുള്ളിക്കാരൻ തന്നെയായിരിക്കും, ഒറിജിനലായിട്ടായിരിക്കും ചിലപ്പോൾ കാർ ഓടിച്ചിട്ടുണ്ടാവും, വേറെ ഡൂപ്പൊന്നും കാണത്തില്ല. പിന്നെ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് ഋഷഭ് ഷെട്ടിയാണ്. പുള്ളിക്കാരൻ്റെ മാസ് ഡയലോഗെല്ലാം ട്രെയിലറിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് സിനിമയിൽ ഒരു കുറേ സാമുറായിസൊക്കെ ആയിട്ടുള്ള ഫൈറ്റുണ്ട്. കട്ടാനുമായിട്ടുള്ള ഫൈറ്റ് ആദ്യമായിട്ടാണ് തോന്നുന്നത് മലയാളത്തിൽ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ പള്ളിപ്പെരുന്നാൾ വെച്ചുള്ള ഫൈറ്റുണ്ട്, അതെന്തായാലും അടിപൊളി തന്നെയായിരിക്കും. പിന്നെ സിനിമ മാസ് പടം മാത്രമല്ല, ക്ലാസ് പടമാണ്. പിന്നെ കോമഡി ഗാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റിൻ്റെ പേര് ടെർബോ എന്നായിരുന്നില്ല, അടിപിടി ജോസ് എന്നായിരുന്നു. പിന്നെ അത് പേര് യോജിക്കാത്തത് കൊണ്ട് ടെർബോ എന്ന പേരിലേക്ക് മാറിയതാണ്. പിന്നെ നിങ്ങളും ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി വോയിസ് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സിനിമയിൽ വേറൊരു തെലുങ്ക് നടൻ കൂടിയുണ്ട്, സുനിൽ എന്നാണ് തോന്നുന്നു പുള്ളിക്കാരൻ്റെ പേര്. എന്തായാലും തിയേറ്ററിലൊക്കെ അടിച്ച് പൊളിക്കാം.